കേക്ക് പിടിക്കാൻ പോയി. കേക്ക് എടുക്കാം നമുക്ക്. ക്രിസ്മസ് ആയില്ലേ, അത് കേക്ക് എടുക്കാം. ഈ കേക്ക് എടുക്കാം. കേക്ക് നമുക്ക് മുറിക്കാം. Oi. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ രാവിലെ കേക്കൊക്കെ കട്ട് ചെയ്ത് മോള് കേക്ക് കട്ട് ചെയ്യുന്ന നേരത്തിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇടിയപ്പവും കിഴങ്ങറിയും മുട്ട പുഴുങ്ങിയതൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഞങ്ങളിങ്ങനെ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. കാരണം രാവിലെ ഏട്ടൻ ജോലിക്ക് പോകുന്ന ഒരു സമയം, മോള് സ്കൂളിൽ പോകുന്ന വേറൊരു സമയം, ഇവരെ രണ്ടുപേരെ വിട്ടതിന് ശേഷമായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഇങ്ങനെ വിശേഷങ്ങൾ വരുന്ന ദിവസങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് മോള് തനിയെ കഴിക്കുന്നത്. അല്ലാത്തപ്പോഴെല്ലാം ഞാൻ വാരിയാണ് അവൾക്ക് കൊടുക്കുന്നത്. മോള് തനിയെ കഴിക്കുമ്പോൾ പിന്നെ അമ്മ ഇത് വേണ്ട അത് വേണ്ട എന്നൊക്കെ പറയും. വാരി കൊടുക്കുമ്പോൾ അതറിയാണ്ട് അങ്ങ് കഴിച്ചോളും. കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും വാരി കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാം കഴിച്ചു. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തലേന്നത്തെ വിശേഷങ്ങളും രാത്രി പോയിട്ട് നല്ല ലേറ്റായാണ് വന്നത്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിച്ചു. കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വീട്ടിലോട്ടാണ്. ഉച്ചയായി. രാവിലെ ഉറക്കമണിക്കാൻ തന്നെ ലേറ്റായി. കാരണം തലേന്ന് രാവിലെ ആണ് വന്ന് കിടന്നത് തന്നെ. ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ട് പള്ളിയിലൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോൾ നല്ല ലേറ്റായി. അങ്ങനെ രാവിലെ ലേറ്റായി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ ഉച്ചയായി, 1 മണിയായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അമ്മാമ്മ വീട്ടിലോട്ടാണ് വന്നത്. അമ്മാമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, ഇത്രയും നേരം ഇവിടെ പോയി ഇപ്പോഴാണോ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മോൾ അമ്മാമ്മയുടെ പുറകെ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ നേരെ വീട്ടിലോട്ട് വന്ന് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം അടിപൊളിയായിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും സലാഡും പപ്പടവും ഒക്കെ ആയിരുന്നു ഉച്ചയ്ക്ക്. അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല രീതിക്ക് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അമ്മ കുക്ക് ചെയ്യുന്നതിൻ്റെ അച്ഛനെടുത്ത് വെച്ചതാണ്. ഞാനത് എഡിറ്റ് ചെയ്ത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ രാത്രിയിൽ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് മോളുടെ അടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് മണ്ണിൽ കളിക്കുകയാണ്. പിന്നെ മോൾക്ക് മണ്ണിൽ കളിക്കാനാണല്ലോ ബീച്ചിൽ വരുന്നത്. കൊല്ലം ബീച്ചിലാണ് പോയത്. മോളിരുന്ന് മണ്ണിൽ കളിക്കുന്ന നേരത്തിന് ഞാനും ഏട്ടനും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ടോയ്സൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ വെച്ചേക്കുകയാണ്. മണ്ണിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ടോയ്സുകൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല അടിപൊളി രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്നതിന് ശേഷം ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് പാനിപ്പൂരി ഓർഡർ ചെയ്ത്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. ഞാനങ്ങനെ വലുതായിട്ട് കഴിക്കില്ല, പക്ഷെ ഞാൻ ഇപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പാനിപ്പൂരി മാത്രമല്ല കേട്ടോ, അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ആവിയിൽ പുഴുങ്ങിയ കടല, മസാലക്കടല, ചോളം, പിന്നെ ഉപ്പിലിട്ടത്, ഇതൊക്കെ ഇഷ്ടംപോലെ അവിടെ ഓരോരോ ഷോപ്പുകളിലുണ്ട്. അതിലൊരു ഷോപ്പ് മാത്രമാണിത്. ഞങ്ങൾ വാങ്ങിച്ചത് ഇവിടുന്ന് ആയതുകൊണ്ടാണ് ഇവിടുത്തെ വീഡിയോ എടുത്തത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, കൊള്ളാം, നല്ല രുചിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനതാണ്ട് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. നെല്ലിക്ക, മാങ്ങ ഉപ്പിലിട്ടതുണ്ട്. അതിൻ്റെ കടല ആവിയിൽ വേവിച്ചത്, ചോളം വേവിച്ചത്, അതൊക്കെയുണ്ട്. അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങോട്ട് വന്നപ്പം ഒട്ടകം കുതിരയൊക്കെ റൈഡിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്.
ഞാൻ ഒട്ടകത്തെ നേരത്തെ ബീച്ചിൽ കണ്ടിട്ടില്ല, കുതിരയെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ആസ് യൂഷ്വൽ നമ്മൾ ടോയ്സ് കടയിൽ കയറുക, ടോയ്സ് മേടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ക്ലേ അല്ല, ജെല്ലി ക്ലേ ഉണ്ടല്ലോ, അതാണ് മേടിച്ചത്. അതൊക്കെ മേടിച്ചു. അവർക്കത് മതിയെന്ന് പറഞ്ഞിട്ടാണ് അത് മേടിച്ചത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ നടന്ന് പോകാൻ നേരത്ത് മിഠായികൾ, പലതരം മിഠായികൾ ഉണ്ടായിരുന്നു, പഴയകാല മിഠായികളുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് വരാൻ നേരത്താണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീം ഓർഡർ ചെയ്യാൻ നിന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇത് എന്ന് പറയുന്നത് എനിക്കെൻ്റെ പേര് അറിയത്തില്ല കേട്ടോ. ഇത് റോബസ്റ്റ പഴം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് മറ്റേ ജാം, ചീസ്, ഐസ്ക്രീം, ഈ വെക്കുന്നത് ഐസ്ക്രീമാണ്. പിന്നെ നട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ചോക്ലേറ്റിൻ്റെ സിറപ്പ് നമുക്ക് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ബീച്ചിൽ ഇതിന് മുന്നേ ഞാൻ ഒത്തിരി നാളായി ബീച്ചിൽ വന്നിട്ട്, അപ്പോൾ അതിന് മുന്നേ വന്നപ്പോഴൊന്നും ഞാൻ ഇതങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കണമെന്ന് ആ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരിടത്ത് ഇരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ അച്ഛനും മോളും കൂടെ കണ്ട് ചോക്കോ ബാർ വാങ്ങിച്ചിട്ട് അടി കൂടുന്നു കഴിക്കാൻ. കാരണം മോൾക്ക് കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരു ഐസ്ക്രീമേ മേടിച്ചുള്ളൂ. അപ്പോൾ അച്ഛനും മോളും കൂടെ അത് കഴിക്കും, ഞാനത് ടേസ്റ്റ്, ഞാൻ ഇത് മുഴുവനും കഴിക്കില്ല, നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും. അങ്ങനെ മോൾക്ക് പിന്നെ ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല, അവളെ ഐസ്ക്രീം മാത്രമാണ് കഴിച്ചത്. ആ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏട്ടനും കുറച്ച് കൊടുത്ത് ഞങ്ങളങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ക്രിസ്മസ് വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.